നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഇന്ദ്രജിത്ത് അകത്തുണ്ടോ? ഉണ്ട് സർ. മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന വഴിയാ. തന്നെ നേരിട്ട് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അതിരിക്കട്ടെ, മിനിസ്റ്ററുടെ മകന്റെ കേസിലെ പ്രതിയെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഇല്ല സർ, പ്രതിയെ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രതിയെക്കുറിച്ച് ഒരു തുമ്പ് പോലും തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു തുമ്പ് പോലും കിട്ടാതെയാണോ താൻ പ്രതിയെ പിടിക്കുമെന്ന് പറയുന്നത്? സർ, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷണം നടത്തുന്നുണ്ട്. സിറ്റിയിൽ എല്ലായിടത്തും ഷാഡോ പോലീസ് ഉണ്ട്. സ്റ്റോപ്പ്. I'm not interested in hearing your excuses. മിനിസ്റ്ററുടെ മകൻ still in ventilator. The chance is only 20%. എന്നിട്ട് പ്രതി പോയ വഴിക്ക് പ്രതിയുടെ പൂടെയെങ്കിലും കണ്ടുപിടിക്കാനൊത്തോ തന്നെ കൊണ്ട്? സർ, താനൊക്കെ ഇവിടെ തലയെ തൊപ്പിയും വെച്ച് സർക്കസ് കളിക്കണോ? പ്രതിയെ ഉടനെ പിടികൂടാം സർ. താൻ എങ്ങനെ പിടിവിടുമെന്നോ പറയുന്നത്? വാട്ട്സ് യുവർ ആക്ഷൻ പ്ലാൻ? നമ്മുടെ നെറ്റ്വർക്ക് ഈ സിറ്റിയിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് സർ. ഈ നഗരം വിടാൻ പ്രതി ശ്രമിച്ച ആ നിമിഷം പോലീസ് വലയിലാവും. അപ്പൊ പ്രതി ഇപ്പോഴും ഈ സിറ്റി തന്നെ സ്വൈരവ്യവഹാരം നടത്തുന്നുണ്ട്. നാണം ഇല്ലടോ തനിക്ക് ഇതിനോട് പറയാൻ? പ്രതിക്ക് ആരോ ഈ നഗരത്തിൽ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെ പോലും സംശയത്തിന്റെ പേരിൽ ഡീറ്റെയിൻ ചെയ്യാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അന്വേഷണമാണോ ഇത്? മാക്സിമം ശ്രമിക്കാം സർ. എല്ലാരും എപ്പോഴും പറയുന്ന വാചകം എനിക്ക് കേൾക്കണ്ട. പ്രതിയെ പിടികൂടാൻ ഏത് മാർഗവും സ്വീകരിക്കാം. അതർവൈസ് I'll be forced to take action against you. സർ, എല്ലാം കൂടി എന്റെ തലയിലേക്കാണല്ലോ. പിടിച്ചു കൊടുക്കാൻ പ്രതി എന്റെ എന്താ കഷ്ടത്തിരിക്കുകയാണോ? ഈ പ്രതിയെ കിട്ടാൻ എന്താ ഒരു വഴി? ഇവൻ കാരണം എന്റെ തൊപ്പി തെറിക്കുമല്ലോ. അടിച്ചാ നീ അടി വാങ്ങും. പോടാ ഇവിടെ. നിങ്ങൾ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാൻ. നടക്കടി അങ്ങോട്ട്. നടക്കാൻ. ഹലോ, നിങ്ങൾക്ക് ആരവിനെയല്ലേ വേണ്ടത്? ശരി, ഞങ്ങൾ ആരവിനെ കാണിച്ചു തരാം. വൃന്ദയെ നിങ്ങൾ റിലീസ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ വിട്ടേക്കാം. നിങ്ങൾ അവനെയും കൊണ്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വാ. വൃന്ദയെ ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറാം. സ്ഥലം എവിടെയാന്ന് നിങ്ങൾ പറ. എവിടെയാ ഞങ്ങൾ വരേണ്ടത്? ആദ്യം നിങ്ങൾ തന്നെ അവനെ പിക്ക്, എന്നിട്ട് ഈ ഫോണിലേക്ക് വിളി. അപ്പൊ ഞങ്ങൾ വരേണ്ട സ്ഥലം പറയാം. ഞങ്ങൾ ആരവേനെ കൊണ്ട് വരുന്നത് വരെ വൃന്ദയെ തൊട്ടുപോയേക്കരുത്. നിങ്ങൾ അവളെ എന്തെങ്കിലും ചെയ്താ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. പറഞ്ഞത് മനസ്സിലായല്ലോ. ഞങ്ങൾ വരുമ്പോ അവള് സേഫ് ആയിരിക്കണം. ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീട് ഇവിടെ നിങ്ങൾ കാണില്ല. നിങ്ങൾ അങ്ങോട്ട് വാ, ബാക്കി കാര്യം അപ്പൊ തീരുമാനിക്കാം. നിന്റെ ഫ്രണ്ട്സിന്റെ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ആരവനെ കിട്ടാതെ നിന്നെ വിടാ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ കസ്റ്റഡിയിൽ വെക്കാനാവില്ല. എന്റെ ഫ്രണ്ട്സ് വരും, എന്നെ കൊണ്ടുപോകും. ഇവളകത്തോടെ കെട്ടിയിടാ. ശരി, മണിക്കുമ്പോ ഹോസ്റ്റലിൽ കയറിയും വേണം. ഇതിനിടയിൽ ആരവിനെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? അവൻ സ്ഥലം വിട്ടില്ലേ, പിന്നെ എങ്ങനെ അവനെ നമ്മൾ കാണിച്ചു കൊടുക്കും? അവൻ എങ്ങോട്ട് പോയിന്ന് പോലും നമുക്ക് അറിയില്ല.
ആരവനെ എങ്ങനെ കാണിച്ചു കൊടുക്കും? നീ എന്തിനാ അവരോട് അങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ പറയണമായിരുന്നു? വൃന്ദ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. വൃന്ദയെ പിടിച്ചോണ്ട് പോയത് ആരവനെ കിട്ടാനല്ലേ? അവനെ കിട്ടാതെ അവളെ അവന്മാര് വിടാൻ പോകുന്നില്ല. ആരവനെ നമുക്ക് പരിചയമുണ്ടെന്ന് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. അവനെ അറിയില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാലൊന്നും അവന്മാര് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് ആരവനെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് വൃന്ദയെ റിലീസ് ചെയ്യാൻ പറ്റൂ. എന്താ നിന്റെ പ്ലാൻ? നമ്മളിൽ ഒന്നിന്റെ ദേഹത്ത് തൊട്ടവന്മാരെയൊക്കെ നമ്മൾ മുമ്പ് എന്താ ചെയ്തിട്ടുള്ളത്? അത് തന്നെ ഇവന്മാരുടെ കാര്യത്തിലും ചെയ്യും. വൃന്ദയെ പിടിച്ചോണ്ട് പോയത് അവന്മാരുടെ കഷ്ടകാലത്തിനാ. 5 സുന്ദരികളുടെ റിയൽ ഫേസ് അവന്മാര് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ കഷ്ടകാലം പിടിച്ചമാരൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ടാണല്ലോ വന്ന് കേറണേ. പോയി കയറെടുത്തോണ്ടോടാ. അടങ്ങിയില്ലേ? അയ്യോ എന്നെ കെട്ടിയിടല്ലേ. വേണ്ട, please. ഞാനിവിടെ മിണ്ടാതിരുന്നോളാം. വേണ്ട, വിടെന്നെ. വേണ്ട. അടിച്ചു നിന്റെ ഇവിടെ കിടന്ന് സർക്കസ് കാണിച്ചാലേ നിന്റെ കാലും കെട്ടി വായിൽ പ്ലാസ്റ്റർ ഒട്ടിക്കും. ഡാ, എന്നെ കെട്ടിട്ടാലേ നിങ്ങൾക്ക് ആരും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇടികൊണ്ട് പഴുക്കും. എന്റെ കൂട്ടത്തിൽ ഒരാള് ബോക്സറാ. അവള് വന്നാ നിന്റെയൊക്കെ എല്ല് പൊടിയും. മര്യാദക്ക് എന്നെ അഴിച്ചുവിടാ. നീ കൂടുതൽ കളിച്ചാ നിന്റെ അനുഭവം വളരെ മോശമായിരിക്കും. മനസ്സിലായടേ? പോടാ. തന്നാലുണ്ടല്ലോ. ഞങ്ങൾ ആരവനെ നിങ്ങൾക്ക് കൈമാറാൻ തയ്യാറാണ്. ഓ, അപ്പൊ അവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടോ? ആരവിന്റെ കാര്യമാണോ ഈ പറയുന്നത്? ഞങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എവിടേക്കാ വരണ്ടേന്ന് പറ. അവനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾ അത് ലൊക്കേഷൻ അയച്ചതാ. അവനെ ഞങ്ങൾ അവിടെ എത്തിക്കാം. വൃന്ദ ഒന്നും ചെയ്യരുത്. നിങ്ങൾ അവൻ ആദ്യം കൊണ്ടുവാ. ഇവളെ ഞങ്ങളൊന്നും ചെയ്യില്ല. ലൊക്കേഷൻ അയച്ചേക്കാം.